ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തിരുവനന്തപുരത്ത് VSSCയിലെത്തി യോഗങ്ങളിൽ പങ്കെടുത്ത മടങ്ങിയ വിവരം അറിയാതെ സംസ്ഥാന ഇന്റലിജൻസ്. 6ഓളം യോഗങ്ങളിൽ പങ്കെടുത്ത അജിത് ഡോവൽ ജനുവരി 22, 23 തീയതികളിലാണ് കേരള തലസ്ഥാനത്ത് എത്തിയത്. വിവേകാനന്ദ പാറയിലുള്ള സന്ദർശനമെന്ന് ഇന്റലിജൻസിനെ അറിയിച്ചായിരുന്നു വരവ്. 4 പോലീസുകാർ മാത്രമാണ് ഡോവലിന്റെ സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. ഡോവലിനൊപ്പം വിമാനത്തിൽ വെച്ചെടുത്ത സെൽഫി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. PSLV വിക്ഷേപണത്തിൽ തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഡോവൽ എത്തിയതെന്നാണ് സൂചന. അതീവ രഹസ്യമായി തലസ്ഥാനത്തെത്തി മടങ്ങാനായിരുന്നു തീരുമാനം. ചാർട്ടേഡ് വിമാനം ഒഴിവാക്കി ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഡോവലിന്റെ കേരളത്തിലേക്കുള്ള യാത്ര. 22-ന് VSSCയിലെത്തിയ അദ്ദേഹം അവിടെ തങ്ങിയാണ് യോഗങ്ങളിൽ പങ്കെടുത്തത്. ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ചയും നടത്തി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയ ദിവസം രാവിലെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് തിരിച്ചു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള വിവരം ലഭിച്ചതനുസരിച്ച് സംസ്ഥാന ഇന്റലിജൻസ് സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചെങ്കിലും അത് വേണ്ട എന്ന് പറയുകയും മഫ്തിയിലെ പോലീസുകാരെ ആവശ്യപ്പെടുകയുമായിരുന്നു. വിമാനയാത്രയിൽ അജിത് ഡോവലിനൊപ്പമുള്ള ചിത്രം രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചെങ്കിലും യാത്ര എവിടേക്കാണെന്ന വിവരം പുറത്തുവരുന്നില്ല. രഹസ്യ സ്വഭാവം നിലനിർത്തി വന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാണ് ഡോവൽ മടങ്ങിയത്. ഡൽഹിയിൽ തിരികെയെത്തിയ ഡോവൽ PSLVയുടെ തുടർ പരാജയങ്ങളിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് റിപ്പോർട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങളിൽ അട്ടിമറിയില്ലെന്നാണ് അജിത് ഡോവൽ നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നാണ് വിവരം. വീഴ്ചയുടെ കാരണങ്ങൾ എന്താണെന്ന വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്.